ഹലോ, വെൽക്കം ബാക്ക് ടു ഫ്രീ ജീസസ് വ്ലോഗ്സ്. ഗൈസ്, ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു തുടങ്ങിക്കോട്ടെ. എൻ്റെ സൈഡിൽ നിന്ന് ഒരു അപ്പോളജീസ്. അതായത് ഞാൻ ലാസ്റ്റ് നമ്മുടെ ഡേ 4 വർക്കൗട്ട് ചാലഞ്ചിൻ്റെ വീഡിയോ ഇട്ടപ്പം ആ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ സംസാരിക്കുമ്പോൾ അറിയാതെ ഡേ 3 കഴിഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത്. അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു. അത് ആക്ച്വലി ഡേ 4 ആയിരുന്നു, ഡേ 3 അല്ലായിരുന്നു. ഞാൻ തെറ്റി പറഞ്ഞതാണ്. അപ്പം അത് ഡേ 4 ആണ്, ഡേ 3 അല്ല. മൈ ബാഡ്, ഐ എം സോറി. ഓക്കെ, അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം നമ്മുടെ വർക്കൗട്ടിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് കടന്നിരിക്കുകയാണ്. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രോമിസ് ചെയ്ത പോലെ പുതിയ വർക്കൗട്ട്സുമായി ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വർക്കൗട്ട് ആഡ് ചെയ്യുകയാണ്. നമ്മുടെ ആപ്സിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. അപ്പോൾ അതിനു മുമ്പ് വേറൊരു കാര്യം, ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ അടുത്ത് ഒരു 2-3 പേര് ഒരു കാര്യം ആവശ്യപ്പെട്ടു. അതായത് ഗേൾസിനും പെണ്ണുങ്ങൾക്കും അതുപോലെ എന്താ പറയുക, അധികം ഫ്ലെക്സിബിലിറ്റി ഇല്ല, അധികം വർക്കൗട്ട് ചെയ്തിട്ടില്ലാത്ത ആളുകൾക്കും കൂടെ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള എന്തെങ്കിലും വർക്കൗട്ടും കൂടെ കാണിക്കാനും അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഒരു റിക്വസ്റ്റ് എനിക്ക് വന്നിട്ടുണ്ട്. ഒന്ന് 2 റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മുതൽ അതെല്ലാം ഞാൻ കൺസിഡർ ചെയ്ത് ഇൻക്ലൂഡ് ചെയ്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളുടെ ഇപ്പോൾ ഡേ 4 നിൽക്കുകയാണ് നമ്മൾ. ഇനി ഡേ 5 മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ടിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ഈ റിക്വസ്റ്റുമായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ റിക്വസ്റ്റ് മനസ്സിലുണ്ട് പറഞ്ഞിട്ടില്ലാത്ത ആൾക്കാർക്ക് എല്ലാവർക്കും ചെയ്യാം. അതായത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇനി എന്താ പറയുക, പുഷപ്പ് എങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ സ്ക്വാട്ട്സ് എങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് വീട്ടിൽ ഇരുന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ്ലി ആണ് ഇത് ഞാൻ കൊണ്ടുവരുന്നത്. അതായത് പുഷപ്പിൻ്റെ ഈസി വേ ഓഫ് പുഷപ്പ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എളുപ്പമായിട്ട് എങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ള ഞാൻ കാണിച്ചു തരും. അതുപോലെ തന്നെ സ്ക്വാട്ട്സ് ചെയ്യാൻ പറ്റാത്തവർക്ക്, ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർക്ക് അതും എളുപ്പം എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതും ഞാൻ ഇന്ന് കാണിച്ചു തരും. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഈസി ഹാക്സ് ഞാൻ ഇന്ന് കാണിച്ചു തരും. പിന്നെ കൂടാണ്ട് നമ്മുടെ ആപ്സ് വർക്കൗട്ട് കൂടെ ഞാൻ ഇന്ന് കാണിച്ചു തരും. അതിൻ്റെ കറക്റ്റ് പോസ്ചർ കൂടെ കാണിച്ചു തരും. അതും ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പതുക്കെ ചെയ്താൽ മതി. ഫുൾ സ്ട്രെച്ച് അല്ലെങ്കിൽ ഫുൾ ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം പറ്റും അത്രത്തോളം ചെയ്താൽ മതി. പതുക്കെ ചെയ്താൽ മതി. ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചാൽ നിങ്ങൾ എപ്പോൾ ചെയ്യുമെന്ന് വെച്ചാൽ മതി. സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നേറുക. അപ്പോൾ നിങ്ങൾ ചെയ്തിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്ക് ഫ്ലെക്സിബിലിറ്റി ഇല്ല, എനിക്ക് വർക്കൗട്ട് ചെയ്ത് ശീലമില്ല, ഇതില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങ് ചെയ്യുക, ചുമ്മാ അങ്ങ് ചെയ്ത് നോക്കുക. മനസ്സിലായില്ലേ? ചെയ്ത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റും ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് ഗൈസ്, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്ന സാധനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഇന്ന് മുതൽ അല്ലെങ്കിൽ എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തു തുടങ്ങും. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്. ഹലോ, നമസ്കാരം. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ വോയിസ് ഓവർ കൊടുക്കുക എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ പിന്നെ വോയിസ് ഓവർ കൊടുത്താലേ പറ്റൂ. അതുകൊണ്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം ഗൈസ്. അപ്പോൾ ഈ കാണുന്ന സാധനമാണ് നമ്മുടെ നോർമൽ സ്ക്വാട്ട്സ് അല്ലേ. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റാത്തവർ ഇങ്ങനെ ചെയ്യാം. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഈ റംബോട്ട്സിൽ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യും. അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ കൈ സപ്പോർട്ട് കൊടുക്കുവാണല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാമല്ലോ. നമുക്ക് കൈ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിലിങ്ങനെ പിടിച്ച് തൂങ്ങരുത്, ഇങ്ങനെ തൂങ്ങി വലിഞ്ഞ് ചെയ്യരുത്. അത് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ കാലിൽ തന്നെ നമ്മൾ പ്രഷർ കൊടുക്കണം. പക്ഷേ കൈ വെച്ചിട്ട് ചെറിയൊരു സപ്പോർട്ട്, മനസ്സിലായില്ലേ, അങ്ങനെ ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് സ്ക്വാട്ട്സ്. ഈ സാധനം എല്ലാവർക്കും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തത് സ്ക്വാട്ട്സ് തന്നെ നമുക്ക് ഇങ്ങനെയും ചെയ്യാം കേട്ടോ. നമുക്ക് അത് തന്നെ വേണമെന്നില്ല, ഒരു കസാരയായാലും മതി. ഒരു ചെയർ കിട്ടിയെങ്കിൽ ആ ചെയറിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ താഴോട്ട് പോയിട്ട് മുകളിലോട്ട് വരണം. സിമ്പിൾ, മനസ്സിലായില്ലേ? ചെയറിൽ ചെറുതായിട്ടൊരു സപ്പോർട്ട് മാത്രം, കൈ കൊണ്ട് ചെറിയൊരു സപ്പോർട്ട് മാത്രമേ കൊടുക്കാവൂ. അതിൽ വലിഞ്ഞ് തൂങ്ങരുത്. ഓക്കെ, അപ്പോൾ സ്ക്വാട്ട്സ് അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ ലെറ്റ്സ് മൂവ് ഓൺ ടു പുഷപ്സ്. പുഷപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. പ്രത്യേകിച്ച് ഹാൻഡ് പവർ എന്ന് പറഞ്ഞ സാധനം തീരെ ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് ഗൈസ് നോർമൽ പുഷപ്പ്. നമ്മൾ സാധാരണ ചെയ്യുന്ന പുഷപ്പ് ഇതാണ്. എൻ്റെ കാലിൽ അവിടെ മിലി വന്ന് നോക്കുന്നുണ്ടോ, ഞാൻ എപ്പോഴാണ് അത് കണ്ടത്. പോട്ട്. അപ്പോൾ അത് ചെയ്യാൻ പറ്റാത്തവർ, ഈ നോർമൽ പുഷപ്പ് ചെയ്യാൻ പറ്റാത്തവർ, നമ്മുടെ നീസ് താഴെ തൊട്ടുകൊണ്ട് പുഷപ്പ് ചെയ്യണം. ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ്. ഇങ്ങനെ കിടക്കണം. ആദ്യം ഫുള്ള് നമ്മളിങ്ങനെ കമിഴ്ന്ന് കിടക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ കാലിതാ പതുക്കെ ഇങ്ങനെ പൊക്കണം. കുറച്ച് പൊക്കിയാൽ മതി, ഇത്രയും പൊക്കണം. എന്നിട്ട് നമ്മൾ നീസ് താഴെ തൊട്ടുകൊണ്ട് തന്നെ
ഇങ്ങനെ പുഷ് ചെയ്യണം. ഇതാ കണ്ട, നീസ് താഴെ തൊട്ടിരിക്കുകയാണ് ഗൈസ്. കാല് പൊക്കി വയ്ക്കുക, ഇങ്ങനെ പുഷ് ചെയ്യുക. പുഷപ്പിൻ്റെ പോസ്ചർ ഓർമ്മ ഉണ്ടല്ലോ, ഞാൻ ആദ്യത്തെ വീഡിയോ ഇട്ടത് പോസ്ചർ വീഡിയോ, അതെടുത്ത് നോക്കിയാൽ മതി. അതെല്ലാം സെയിം തന്നെയാണ്, പക്ഷേ നീസ് താഴെ തൊട്ടുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ മറ്റേത് ചെയ്യാൻ പറ്റാത്തവർ ഇത് ചെയ്ത് സിമ്പിളാണ്, ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇനി ഇതുമല്ല, ഇതും പറ്റാത്തവർക്ക് അല്ലെങ്കിൽ ഇത് പാടായിട്ട് തോന്നുന്നവർക്ക് ഇത് ഇങ്ങനെ ചെയ്യാം. മുട്ടുകുത്തി നിൽക്കുക, മുട്ടുകുത്തി നിന്നിട്ട് പുഷപ്പ് ചെയ്യുക. ഇതാ ഇങ്ങനെ ചെയ്യുക. അതാണ് മുട്ടിലും കാലും കുത്തി നിൽക്കുകയാണ് ഞാൻ. മൊത്തത്തിൽ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടാണ് ചെയ്യുന്നത്. ഇതും ചെയ്യാൻ പറ്റാത്തവർ അവിടെ മൂടിപ്പോച്ച് കിടന്ന് ഉറങ്ങുന്നതാണ് നല്ലത്. അങ്ങനെ വരത്തില്ല ഗൈസ്, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് ആർക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ അസ്തല വിസ്തല ബേബി. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നതാണ് ഗൈസ് നമ്മുടെ ആപ്സ് വർക്കൗട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വർക്കൗട്ട്. അപ്പോൾ നമ്മളിത് ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, ഇത് ബേസിക്കലി 4 വർക്കൗട്ടാണ്. നമ്മുടെ ആപ്സിൻ്റെ 4 വർക്കൗട്ട്, 4 ആപ്സിൻ്റെ 4 പാർട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള 4 വർക്കൗട്ടാണ്. അപ്പോൾ ഇങ്ങനെ കിടക്കുക, നമ്മളൊരു ഡോറിനോ അല്ലെങ്കിൽ വോളിൽ ചേർന്ന് ഇങ്ങനെ കാലിങ്ങനെ വെച്ച് കിടക്കുക. ഓക്കെ, കാലിങ്ങനെ വെച്ച് കിടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു എന്ന് വെച്ചാൽ റിലാക്സ് ചെയ്ത് കിടക്കുക. എന്നിട്ട് കാല് 90 ഡിഗ്രി, ഇതിപ്പോൾ എൻ്റെ 90 ഡിഗ്രി അല്ല, ഇതെൻ്റെ കൊണയെന്നിരിക്കണമെന്ന് എനിക്കറിയാം. നിങ്ങൾ 90 ഡിഗ്രി വയ്ക്കുക. കൃത്യം 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റേ കോമ്പസും മറ്റേ സാധനമൊന്നും എടുത്ത് അളന്നൊന്നും നോക്കണ്ട. പക്ഷേ ഒരു ഐഡിയ, കാരണം എനിക്കിപ്പോൾ അവിടെ കിടക്കുമ്പോൾ 90 ഡിഗ്രി ആയിട്ടാണ് തോന്നുന്നത്, പക്ഷേ എന്താ കാണുമ്പോൾ 90 ഡിഗ്രി അല്ലല്ലോ. അതുപോലെ നിങ്ങൾ ഏകദേശം നിങ്ങളുടെ ഐഡിയയിലുള്ള 90 ഡിഗ്രി വയ്ക്കുക. ഓക്കെ, എന്നിട്ട് കൈ തണ്ടതാ ഫ്രണ്ടിൽ ഡോറിൽ അല്ലെങ്കിൽ ഫ്രണ്ടിൽ കാണുന്ന വോള് എന്തുവാണോ ഫ്രണ്ടിലുള്ളത്, വോളാണോ ഡോറാണോ എന്ത് മതിലാണോ അതിൽ തൊടുക. ഇത് അപ്പർ ആപ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വർക്കൗട്ട്. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമ്മളിങ്ങനെ നിന്ന് ഇങ്ങനെ തൊടുക. ഓക്കെ, നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്ത് നന്നായിട്ട് ആപ്സ് പിടിച്ചിട്ട്, ആപ്സ് തള്ളി പിടിക്കല്, ബ്രീത്ത് ഔട്ട് ചെയ്ത് ഫുൾ ബ്രെത്ത് കളഞ്ഞ് എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാവും. ഇങ്ങനെ ഫ്രണ്ടിൽ തൊട്ട് 1 2 3 എന്ന് കൗണ്ട് എടുത്ത് ചെയ്യുക. ഓക്കെ, ഒരു 10 15 കൗണ്ട് ചെയ്യാം. അതും മറ്റേ പോലെ തന്നെ 3 സെറ്റ്. ഇത് നമ്മൾ അപ്പർ ആപ്സിന് വേണ്ടി ചെയ്തതാണ്. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ സൈഡ്, നമ്മുടെ ടയർ നമ്മളിങ്ങനെ സൈഡ് ബെല്ലി ചാടിയിരിക്കില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഇത്. കണ്ട, സൈഡ് ടു സൈഡ് ഇങ്ങനെ ടച്ച് ചെയ്ത് ചെയ്യുക. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. ഈ കാണുന്നത് തന്നെയാണ് സംഭവം. സൈഡ് ടു സൈഡ് ഇങ്ങനെ ടച്ച് ചെയ്ത് 1 2 1 2 ഇങ്ങനെ അങ്ങ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതും ഇതുപോലെ ഒരു 10 15 കൗണ്ട് ചെയ്യുക, എന്നിട്ട് റിലാക്സ് ചെയ്യാം. അപ്പോൾ 2 എണ്ണം ആയല്ലോ, സൈഡുമായി അപ്പർ ആപ്സുമായി. ഇനി മൂന്നാമത്തത് എന്ന് പറയുന്നത് ഏതാണ്? നമ്മളിപ്പോൾ അപ്പർ ആപ്സ് അല്ലേ ചെയ്തത്, ഇനി നമുക്ക് ലോവർ ആപ്സ് ഉണ്ട്. ലോവർ ആപ്സാണ് അടുത്ത ചെയ്യാൻ പോണത്. ഓക്കെ, മറ്റേതിന് ഏകദേശം സിമിലറൊക്കെ തന്നെയാണ്, സിമ്പിളാണ്. കൈ രണ്ടും നമ്മൾ തലയിൽ വയ്ക്കുക. ഇതുപോലെ സിമ്പിൾ, കൈ തലയിൽ വെച്ചിട്ട് ഈ ഒരു പോസ്ചറിൽ കൈ വെച്ചിട്ട് നമ്മുടെ കയ്യിലെ എൽബോ ഉണ്ടല്ലോ വന്ന് നമ്മുടെ കാലിലെ നീസിൽ തട്ടുക, അത്രേ ഉള്ളൂ. ഓക്കെ, ക്രഞ്ചസ് എടുക്കുക, തട്ടുക. അതപ്പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പോട്ടെ, 1 2 3 കണ്ട, അത്രേ ഉള്ളൂ. ടച്ച് ചെയ്യണം നമ്മുടെ കൈ, എൽബോ കാലിലെ നീസ് ടച്ച് ചെയ്യണം. 1 2 3. ഓക്കെ, അപ്പോൾ ഇത് ലോവർ ആപ്സിനുള്ള വർക്കൗട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്, ലോവർ ആപ്സ്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് ഗൈസ്, ഒരേ ഒരെണ്ണം കൂടെ, 4ാമത്തത്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സൈഡ് ആപ്സ്, നമ്മുടെ സൈഡിന് വേണ്ടി, നമ്മുടെ ആപ്സിൻ്റെ സൈഡ് മസിൽസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതൊരു ക്രോസ് വർക്കൗട്ടാണ്. നമ്മൾ ഇപ്പം നേരത്തെ നമ്മളിപ്പം ലോവർ ആപ്സിന് ചെയ്ത പോലെ തന്നെ നമ്മുടെ ഹാൻഡ് പോസ്ചർ അതുപോലെ തന്നെ ഇരിക്കും. ഓക്കെ, പക്ഷേ സൈഡിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ ചെയ്ത അതേ സാധനം സൈഡിലോട്ട്, അതായത് റൈറ്റ് എൽബോ ലെഫ്റ്റ് നീയിൽ തൊടണം, ലെഫ്റ്റ് എൽബോ റൈറ്റ് നീയിൽ തൊടണം. ഇങ്ങനെ കാണിച്ചു തരാം, നോക്കിക്കോളൂ, ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. അപ്പം റൈറ്റ് എൽബോ ലെഫ്റ്റ് നീ, ലെഫ്റ്റ് എൽബോ റൈറ്റ് നീ, റൈറ്റ് ലെഫ്റ്റ് കണ്ട ഇങ്ങനെ തൊടണം, ടച്ച് ചെയ്യണം. ഇനിയിപ്പോൾ ടച്ച് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ ഡിസപ്പോയിൻറ്റഡ് ആവില്ല. മാക്സിമം എത്രത്തോളം പോവോ, ടച്ച് ചെയ്യാനെന്ന ഉദ്ദേശത്തോടെ പോവുക, എത്രത്തോളം പോവോ അത്രയും ചെയ്യുക. ടച്ച് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയാണ് സാധനം. കണ്ട, ലെഫ്റ്റ് എൽബോ റൈറ്റ് നീയിലും റൈറ്റ് എൽബോ ലെഫ്റ്റ് നീയിലും തൊടണം. അപ്പോൾ ഇതാണ് ഗൈസ് 4 വർക്കൗട്ട്. ഞാൻ ഒന്നും കൂടെ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. ആദ്യത്തെ വർക്കൗട്ട് അപ്പർ ആപ്സിന് വേണ്ടിയിട്ടാണ്. ഫ്രണ്ടിലുള്ള മതിലിലോ ഡോറിലോ ടച്ച് ചെയ്യുക, അത്രേ ഉള്ളൂ, സിമ്പിൾ. 1 2 അങ്ങനെ 10 15 ആദ്യം ചെയ്യാം, റെസ്റ്റ് ചെയ്യുക. ഓക്കെ, അധികം റെസ്റ്റ് ചെയ്യൽ കിടക്കുക. അടുത്തത് സൈഡ് ബെല്ലി, 1 2 ടച്ച് ചെയ്യുക.
ഓക്കെ 1 2 1 2 ഇങ്ങനെ ടച്ച് ചെയ്യുക. ഇതും 10 or 15 കൗണ്ട് ചെയ്യുക. അല്ലെങ്കിൽ അതിന് കൂടുതൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിന് കൂടുതൽ ചെയ്തോ. ഓക്കെ, എന്നിട്ട് ഒരു കുറച്ച് നേരം കുറച്ച് സെക്കൻഡ്സ് റിലാക്സ് ചെയ്യാം. അടുത്തത് ലോവർ. അടുത്തത് നമുക്ക് അടുത്തതാണ് സൈഡ് ആപ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, സൈഡ് ആപ്സിന് വേണ്ടിയിട്ട് 1 2 1 2 ഇതുപോലെ നിങ്ങൾ 10 15 20 കൗണ്ട് വെച്ച് ചെയ്യുക. ഓക്കെ, സൈഡ് ആപ്സിന് വേണ്ടിയിട്ട്. ഇനി ലാസ്റ്റ് ഏതാണ്? നമ്മുടെ ലോവർ ആപ്സ്. അപ്പോൾ ലോവർ ആപ്സാണ് മിക്കവർക്കും പോകാൻ പാട്. അപ്പം ലോവർ ആപ്സിന് വേണ്ടിയിട്ട് അടുത്ത് ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? അതേ പോസ്ചർ, കൈ വയ്ക്കുക, നീസ് എൽബോയിൽ തൊടുക, അത്രേ ഉള്ളൂ. 1 2 3. ഇനി തൊട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എത്രത്തോളം പോവുക അത്രയും പോവുക, കൗണ്ട് ചെയ്യുക. സിമ്പിൾ. ഈ 4 വർക്കൗട്ട് ചെയ്യുക. ഇടയ്ക്ക് ഒരു 10 സെക്കൻഡ് ഗ്യാപ്പ് ഇട്ട് ചെയ്തിട്ട് 3 സെറ്റ് വെച്ച് ചെയ്യണം. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ബൈ.